സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിളിക്കുമ്പോ നമ്മൾ വിളിച്ചിട്ട് ഇപ്പൊ ഭാര്യ ചോദിക്കണം ആരാ കൂടുതൽ തുടങ്ങിയില്ലേ എന്റെ ആചാരം എടുക്കല്. അങ്ങനെ ചോദിച്ചാൽ ഇവക്ക് തോന്നും എന്തോ കള്ളക്കളിയാണോ പഠിച്ചോനെ. പിന്നെ വീട്ടിൽ വന്നാ തോന്നും ഇവളെ ഫോൺ എങ്ങനെയാണ്, ഇവന്റെ ഫോൺ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാ തുറന്നു നോക്കല്. ഉറങ്ങുമ്പോൾ കണ്ണിന്റെ അടുത്ത് വന്ന് വെച്ചു നോക്കും, കൈ വെച്ചു നോക്കും, എങ്ങനെങ്കിലും തുറക്കാൻ പറ്റുമോ നോക്കും. പിന്നെ ഓളും നീയും തമ്മിൽ തർക്കം തുടങ്ങാൻ ഇത് കാരണമാകും. അതില്ലാതിരിക്കാനാ ഞാൻ പറഞ്ഞത്, ഈ പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാകും, അത് ഉൾക്കൊള്ളാൻ കഴിയണം. ലോകത്ത് അക്മലുൽ ഖൽഖായി അല്ലാഹു പടച്ച നേതാവാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിലക്കും പരിപൂർണതയുള്ള നേതാവ്. ആ നേതാവ് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല, ഒരു കുറവും വരുത്താറില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്കിടയിൽ. എന്നിട്ടും ഭാര്യമാർക്ക് സംശയം തോന്നുകയാണ്, ആയിഷ ബീവിനോട് എന്തോ കൂടുതൽ സ്നേഹമുണ്ടോ. ഭാര്യമാരെല്ലാരും കൂടിയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ഓലിങ് തീരുമാനമായി, നമ്മളെല്ലാരും കൂടി ഇനി ആയിഷ ബീവിനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ ആരോടെ ഇപ്പൊ ചോദിക്കുക, ഇപ്പൊ ആരാ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, എല്ലാവർക്കും പേടി. അപ്പൊ അവര് തീരുമാനിച്ചു നമുക്ക് ഫാത്തിമ ബീവിനോട് പറയാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി പോയില്ലോ, അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഫാത്തിമ ബീവിനെ പിടിക്കാം. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയി. ചരിത്രം വിശാലമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് സംഭവം വിശദീകരിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഭാര്യമാരൊക്കെ എന്റെ അടുക്കലേക്ക് വന്നിട്ട് ആയിഷ ബീവിയോട് പ്രത്യേകം എന്തോ ഒരു താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടുള്ള മറുപടി, മോളെ നീ എന്റെ മോളാണ്, നീ എന്റെ കരളിന്റെ കഷ്ണമാണ് മോളെ. ഫാത്തിമ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ മക്കളാകുമ്പോൾ ഇത്തരം വിഷയത്തിൽ ഇടപെടണ്ട എന്നാണ് പറഞ്ഞതിന്റെ സൂചന. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ വിശദീകരണം നൽകാതെ നീ എന്റെ മോളാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭാര്യമാർക്കും മനസ്സിലായി ഇപ്പൊ അവിടെ വേവൂല. അപ്പൊ അവര് തീരുമാനിച്ചു, പിന്നെ കൂട്ടത്തിലുള്ള ഒരാൾ പോയി ചോദിക്കട്ടെ. അങ്ങനെ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ തിരക്ക് സെലക്ട് ചെയ്തു. ഞാൻ വിശദീകരിക്കുന്നില്ല, നിർത്തുകയാണ്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ സെലക്ട് ചെയ്തു. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പോയി ചോദിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പോയി. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് ചെല്ലുമ്പോ രസാദല്ല, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് എന്നറിയോ? സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനബ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്ന കഥ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉമ്മമാരെ ആയിഷ ബീവിയുടെ മഹത്വം മനസ്സിലാക്കാനാ ഞാൻ പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ സമയം പറയാണ്, സൈനബ ബീവി റളിയല്ലാഹു അൻഹ ഇത് ചോദിക്കാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വരികയാണ്. സൈനബ ബീവി ആരാണ് എന്നറിയോ? തഖ്വ ചെയ്യുന്ന പെണ്ണിന്റെ കൂട്ടത്തിൽ ഇതുപോലൊരു പെണ്ണിനെ വേറെ ഞാൻ കണ്ടിട്ടില്ല. സയ്യിദത്തുനാ ബീവി ആയിഷ. ചോദ്യം ചെയ്യുന്ന ആരെ കാര്യ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യം. അത് ഉദ്ധരിക്കുന്നത് ആരാ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ പരിചയപ്പെടുത്തുകയാണ്, ഈ ഇത്ര നല്ല തഖ്വയുള്ള ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല, ഇതുപോലെ സദഖ ചെയ്യുന്ന ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആളുകൾക്കുന്ന ഉമ്മമാരെ മാതൃകയാക്കേണ്ട സ്വഭാവമാണ് കേട്ടോ. ഒരു ദിവസം തക്കാളിക്ക് അയൽവാസിയുടെ വീട്ടിലേക്ക് അയച്ചത് മുതൽ തുടങ്ങിയതാണല്ലോ അവള് വാങ്ങിയിട്ട് കൊമ്പ് കോർക്കല്. തക്കാളിക്ക് അയച്ചപ്പോൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇവിടെ തക്കാളി ഇല്ല. വന്ന് പറഞ്ഞവൻ പറഞ്ഞു ഇവിടെ അങ്ങനത്തെ തക്കാളി ഒന്നും ഇല്ല എന്നാ മറുപടി കിട്ടിയത് എന്ന് പറഞ്ഞു. അതോടൊപ്പം നിന്നെ അയൽവാസി ശത്രുവായി പോയി അല്ലേ. എന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് അപ്പുറത്തെ വീട്ടിന്റെ ഒരു മണ്ണ് ചെറുതായിട്ട് ഇടിഞ്ഞു വീണത് മുതൽ അവളുമായിട്ട് പിണക്കത്തിലാണ് അല്ലേ. നമ്മളെ സ്വഭാവത്തിന്റെ ദൂഷ്യമാണ് ഉമ്മമാരെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം കണ്ടില്ലേ നിങ്ങൾ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന സമയത്ത് പോലും ആയിഷ ബീവിക്ക് അവിടത്തെ കുറിച്ച് കംപ്ലൈന്റ് പറയാനില്ല, വിഷമം പറയാനില്ല, പോരായ്മ പറയാനില്ല. തഖ്വയുള്ള പെണ്ണിന്റെ കൂട്ടത്തിൽ ഇതുപോലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ ബഹുമതിയായിട്ട് പറയുന്നത്. ഇതുപോലെ സദഖ ചെയ്യുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മൗലിദ് ഓതുന്നത്. ഓ ഉമ്മമാരെ, മറ്റുള്ളവരുടെ പോരായ്മകൾ എടുത്തു പറയുന്നതിന് പകരം നമ്മൾക്ക് അറിയുന്നവരുടെ ബഹുമാനങ്ങൾ എടുത്തു പറയാൻ പഠിക്കണം. അവരുടെ ജീവിതത്തിലുള്ള നന്മകൾ എടുത്തു പറയാൻ നമുക്ക് സാധിക്കണം. പോരായ്മകളില്ലാത്തവരായിട്ട് ഒരാളുമില്ല. ഉണ്ടോ?
ഏതെങ്കിലും ആളുകളുണ്ടോ? പോരായ്മയില്ലാത്ത ഒരൊറ്റൊരാളെ കാണിച്ചു തരും. എന്നെ കാണിച്ചു തരും ഇല്ല. വയൽ കേൾക്കാൻ വന്ന ഒരാളെ കാണിച്ചു തരും. ഒരാളുണ്ടാകൂല. അക്മലുൽ ഖൽഖായിട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടാകാം, അമ്പിയാക്കൾ ഉണ്ടാകാം, ഔലിയാക്കൾ ഉണ്ടാകാം. അതല്ലാതെ യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യനാണോ? അവർക്കൊരിക്കലും പരിപൂർണനാകാൻ കഴിയൂല. പോരായ്മകൾ ഉണ്ടാകാം, അതേ തകരാറുകൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം. അത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ നന്മകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയുണ്ടല്ലോ, അവിടെ അല്ലാതെ വിജയം കണ്ടെത്താൻ സാധിക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, സൈനബ ബീവി റളിയല്ലാഹു അൻഹ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടോ എന്ന് ചിന്തിച്ചോ? ഇല്ല. ഏതെങ്കിലും ഒരു നെഗറ്റീവ് എഴുതി വിടാനുള്ള സാഹചര്യമാണ്, എഴുതി വിട്ടാലോ എന്ന് ചിന്തിച്ചോ? ഇല്ല. ആ സമയത്തും സൈനബ ബീവി റളിയല്ലാഹു അൻഹ ബഹുമാനം പറയാണ്. സൈനബ ബീവിയുടെ മൗലിദ് ഓതുകയാ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയയുടെ ബാക്കിയായി, ആയിഷ ബീവിനോട് റസൂലുള്ളാഹിക്ക് എന്തോ സ്നേഹം കൂടുതൽ ഉണ്ടേനോ? വലിയരെ അതിനെപ്പറ്റി നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ കൂടുതൽ ബഹുമാനം, എന്തോ സ്നേഹം ഉണ്ടായിരുന്നോ? അതൊരു ചോദ്യമാണ്. ഉണ്ടായിരുന്നോ? ചോദിക്കട്ടെ. ആ ചോദ്യത്തിന്റെ ഉത്തരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പ്രത്യേകമായ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാരോടുള്ള സ്നേഹം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്താ ഉണ്ടായത്? മൈലുൽ ഖൽബ് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് കൂടുതൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അത്ര ഇൽമുള്ള പെണ്ണായിരുന്നു, അത്ര നല്ല ജീവിതം നയിച്ച പെണ്ണായിരുന്നു. സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളായിരുന്നു. അങ്ങനെ ഒരുപാട് ബഹുമതിയുള്ള മോളാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. സ്നേഹം ഉണ്ടായിട്ടില്ല, മൈലുൽ ഖൽബ് ഉണ്ടായിട്ടുണ്ട്. സ്നേഹം ഒരുപോലെയാണ്. നമ്മളെ മക്കളോട് അങ്ങനെയാ വേണ്ടത്. ചിലപ്പോൾ കൂടുതൽ പഠിക്കുന്ന മക്കളോട് സ്നേഹം ഉണ്ടാവും, കൂടുതൽ പക്വത കാണിക്കുന്ന മക്കളോട് സ്നേഹം ഉണ്ടാവൂലേ? കൂടുതൽ ബഹുമാനം അത്തരം കുട്ടികളോട് നമുക്ക് മാനസികമായ ഒരു അടുപ്പുണ്ടാകും. അത് നമുക്ക് മാറ്റാൻ കഴിയില്ല, മൈലുൽ ഖൽബ് മാറ്റാൻ കഴിയില്ല. സ്ഥാനത്ത് സമ്പത്തോരി വെക്കുന്ന സമയത്ത് അത് കാണിക്കാൻ പറ്റൂല, കൊടുക്കുന്നതിൽ അത് മാറ്റാൻ കാണിക്കാൻ പറ്റൂല, പണത്തിന്റെ വിഷയത്തില് പറ്റൂല, ജോലിയുടെ വിഷയത്തില് പറ്റൂല. ഒരു വിഷയത്തിലും അതേ മറ്റുള്ളവർക്കുള്ള പോരായ്മയും മറ്റുള്ളവരുടെ പോരായ്മകളും സമ്പത്ത് ഓഹരി വെക്കുന്നതിന് മക്കൾക്കിടയിൽ അതേ വേഗതിരിവ് കാണിക്കാൻ നിർവാഹമില്ല. അവനോട് കൂടുതൽ നിറമുള്ള കുട്ടിയായതുകൊണ്ട് അവൻ അങ്ങനെ ബഹുമാനം അങ്ങനെയില്ല, ഭംഗിയുള്ളത് കൊണ്ട് ഇല്ല, പണത്തിന്റെ ഊക്കുള്ളത് കൊണ്ട് ഇല്ല, ആരോഗ്യത്തിന്റെ പവർ ഉള്ളത് കൊണ്ട് ഇല്ല. അതേ സ്ഥാനത്ത് സ്വാഭാവികമായി നല്ല കുട്ടികളാകുമ്പോ, നമ്മൾ ഇഷ്ടപ്പെട്ടവരാകുമ്പോ കൂട്ടത്തിലെ ഏറ്റവും നല്ലവനാരാണോ അവനോട് എന്തായാലും ഒരു മൈലുൽ ഖൽബ് ഉണ്ടാകും.